ഇരിക്കേ. മക്കളെ, കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. എനിക്ക് മനസ്സിലായില്ല. ഞാൻ മൂപ്പനങ്ങാടിന്നാ, അവിടുത്തെ പള്ളിയിലാണ്. മുഖവരല്ലാതെ വിഷയത്തേക്ക് വരാം. ആബിദാനെ അറിയാലോ? ഓളെ ഭർത്താവ് റൌഫിൻ്റെ ഒരു കത്ത് ഇന്നലെ ഖാദിർക്ക് കിട്ടി. വായിച്ചു നോക്കുമ്പോൾ ആബിദാനെ മൊഴിയെഴുതിയ കത്താണ്. പക്ഷേ ഈ കത്ത് ഞങ്ങൾ ആബിദാന്റെ ബാപ്പാനെ കാണിച്ചിട്ടില്ല. ഇത് സ്വീകരിക്കണോ വേണ്ടെന്ന് ആചാര്യ കണ്ടതിന് ശേഷം തീരുമാനിക്കാമെന്നാ ഞങ്ങൾ വെച്ചത്. ഇനി ആചാര്യ പറയും ഞങ്ങൾ എന്താ അത് ചെയ്യേണ്ടത്. എന്താപ്പാ? എവിടെ എന്റെ മൊബൈല്? വിളിക്കാ കുതിരക്ക്. ആർക്കാ പാപ്പാ? അന്റെ വലിയ ദോസ്തില്ലേ റൌഫ്. ഓനിപ്പോ ഗൾഫിലെത്തി വലിയ മുതലാളി ആയപ്പോ ഓന്റെ പെണ്ണിനെ മൊയ്യല്ലിക്കണം അത്രേ. എനിക്കോനോട് കുറച്ച് ചോദിക്കാനുണ്ട്. വിളിക്കാരണം കേട്ടോനെ. എടുക്കണില്ല. ഇപ്പൊ കുറെ കാലായിട്ട് നാട്ടിൽ നിന്ന് വരുന്ന ഒരു കോളും ഓൻ അറ്റൻഡ് ചെയ്യുന്നില്ല. അപ്പൊ ഇനി എന്താ ആചാര്യ നമ്മൾ ചെയ്യേണ്ടത്? എന്ത് ചെയ്യാനാ മൊയിലാരെ? കത്ത് ബന്ധപ്പെട്ടോലെ ഏൽപ്പിച്ചോളി. സങ്കടുണ്ട്. നല്ല നല്ല ചെറുപ്പക്കാര് കാട്ടിക്കൂട്ടണ തെറ്റുകൾ കാണുമ്പോ പെരുത്ത് സങ്കടുണ്ട്. കയ്യിൽ കുറച്ച് പൈസ വരുമ്പോ വിശേഷ ബുദ്ധി നശിക്കുകയാണ് മനുഷ്യന്മാർക്ക്. പക്ഷേ ഓം വിചാരിക്കുന്ന സുഖണ്ടല്ലോ, അതോ എനിക്ക് ജീവിതത്തിൽ കിട്ടൂല. അത്രക്ക് കണ്ണീര് കുടിക്കുന്നുണ്ട് ആ പെൺകുട്ടി. എന്നാ പിന്നെ ഞാനങ്ങോട്ട് ഇറങ്ങണം. പോലെ ചായ എടുക്കുന്നുണ്ട്. Kumar, come here. Yes, sir. Sit down. Close the door, please. How's things? Fine, sir. Give me the explanation. This is the audit report. Why this happened? See, I need your explanation. I'm not responsible for such things. Well, anyhow, you didn't achieve your target. Company is in big loss this year. Tell me what is the reason? As a manager, supposed to be not like this. Where's your target? Where's your aim? Why didn't you take action before happening this? Many times I remind you these things. You never take care of this one. Now I am facing the problem.
You can excuse, you can silent, but I can't. Tell me what happened to you. Actually, the market is very competitive, sir. And I was. This is your excuse, not the answer. I want the correct and accurate answer. I am sorry, sir. Marketing manager is not proper and punctual. Marketing manager? What is his job here? He is playing with my company? Call him. Okay, sir. What's your problem? Nothing, sir. You have no answer? Tell me, what's your problem? Sir, I am not feeling well. I have many problems, especially my family problems. Family problem? Company doesn't have any solution for your family problem. Go and take rest. What do you mean, sir? You mean to take leave? Mr. Kumar, dismiss him. Sir, please. Do what I say. Sorry, sir. Thank you. തൃപ്തിയായല്ലോ ഇയാൾക്ക്. എന്നെ കുറിച്ച് ബോസിനുണ്ടായിരുന്ന മതിപ്പ് കൂടി നശിപ്പിച്ചപ്പോൾ തനിക്ക് തൃപ്തിയായി. ഞാൻ നാളെ മുതൽ. നോ. ഓക്കെ. യു ക്യാൻ കളക്ട് ഡിസ്മിസൽ ഓർഡർ ഫ്രം ഹിയർ. നൗ യു ക്യാൻ ഗോ. എനിക്ക് കുറച്ച് കാശ് വേണം. ആ, നീ പിന്നെയും വന്നോ? നിന്നോട് പല പ്രാവശ്യം പറഞ്ഞില്ലേ എന്നെ കാണാൻ വരരുതെന്ന്. നീ സ്വന്തം നിലനിൽപ്പ് സെറ്റപ്പ് ചെയ്യാതെ കളിച്ചു. അതാ എന്നെ കണ്ടില്ലേ, സ്വന്തം നിലനിൽപ്പ് സെറ്റപ്പ് ചെയ്താ കളിക്കുന്നത്. മേലാൽ ഇവിടെ കയറി വരരുത്, എന്നെ കാണുകയും ചെയ്യരുത്. എന്നെ ഇക്കോലത്ത് നശിപ്പിച്ചത് നിങ്ങളൊക്കെ കൂടിയാ. നശിപ്പിക്കാൻ നീ എന്താ ചെറിയ കുട്ടിയാ? ഇറങ്ങി പോടാ. ഞാൻ മഹാ ചെറ്റ, നിനക്കറിയാലോ. ഇറങ്ങി പോടാ. സി മിസ്റ്റർ റൌഫ്, എനിക്ക് നിങ്ങളോട് താല്പര്യമുണ്ട്. പക്ഷെ എന്ന് വെച്ച് എന്നും കാശ് കടം ചോദിച്ചാലോ? ഇത് ഞാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ തന്നെ പറ. നിങ്ങൾക്ക് കൂടിയാ എന്നെ ഇക്കോലത്തിലാക്കിയത്. എനിക്കിനി മുന്നും പിന്നും ഒന്നും നോക്കാനില്ല. എല്ലാത്തിനും ഞാൻ തട്ടിക്കളയും. ഇവിടെ പാപ്പരായ എല്ലാരെയും സഹായിക്കാൻ നിന്നാ എനിക്ക് അതിനേ നേരം ഉണ്ടാവുള്ളൂ. നോക്ക്, ഇതെന്റെ അവസാനത്തെ വാക്കാ. കാശ് ചോദിച്ച് ഒരിക്കലും ഇനി എന്നെ വിളിക്കരുത്, മനസ്സിലായോ? ആ, ഞാൻ പുറപ്പെടായി. ഇതാ അരമണിക്കൂറിനുള്ളിൽ ഞാൻ അവിടെ എത്തും. നമ്മുടെ ആളുകളൊക്കെ റെഡിയല്ലേ? ആ, ശരി ശരി. ആ, അതെ, അങ്ങനെ ചെയ്യാം. ഞാൻ ആകെ പെട്ടിരിക്കാൻ. എനിക്ക് കുറച്ച് കാശ് വേണം. കാശോ? ഞാനോ കാശില്ലാത്തവൻ. പിന്നെ തനിക്ക് ഞാൻ എവിടെ നിന്ന് എടുത്തു തരും? എന്റെ പോളിസി എന്ന് പറഞ്ഞാൽ കിട്ടുന്ന തീർക്കുക എന്നുള്ളതാ.
പിന്നെ കാശുള്ളവരോടൊപ്പം കൂടുക. കാശില്ലാത്ത തന്നെ എനിക്ക് വേണ്ട, തന്നോടൊപ്പം കൂടുന്നുമില്ല. സ്ഥലം വിടാൻ നോക്ക്. ഈ ഞാൻ പറയണമെന്ന് കേക്ക്. ഒരു കല്യാണമായിട്ട് വരുമ്പോ ഓള് വേണ്ടാന്ന് പറയാ, അകത്ത് പോയി വാതിലടച്ച് കരയാ. നിങ്ങൾ രണ്ടാളും മിണ്ടാതിരിക്കുക. എന്താ ഇതിന്റെ അർത്ഥം? എനിക്ക് മനസ്സിലാവണില്ല. നിങ്ങൾക്ക് രണ്ടാൾക്കും വയസ്സായിക്കണ്. ഓളെ ഇളയതൊരുത്തി കെട്ടിക്കാൻ പ്രായം തെറ്റി നിൽക്കുക. അല്ല, നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമല്ല. മക്കളെ കണ്ണീര് കാണുമ്പോ ഒരിക്കലും ഉമ്മാക്കും ബാപ്പാക്കും സഹിക്കൂല. അതുകൊണ്ടാണ് പലപ്പോഴും അവരെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കേണ്ടി വരുന്നത് എന്ന് എനിക്കറിയാം. പക്ഷേ കാര്യങ്ങൾ നമ്മൾ കാണാതെ പോകാൻ പാടുണ്ടോ? എത്ര കാലാന്ന് വെച്ചാൽ നിങ്ങൾ ആബിദാനി മക്കളെ നോക്കുക? നിങ്ങൾ പറയ്. ഒരു കാര്യം നിർബന്ധിക്കാൻ ഞങ്ങൾക്ക് രണ്ടാൾക്ക് കഴിയണില്ല. അന്നെക്കൊണ്ട് പറ്റുകയാണ് ഈ നോക്ക്. അല്ലാണ്ട് ഞാൻ എന്താ പറയണ്ടേ? ഗൾഫിൽ നിന്ന് വന്നിട്ട് എന്റെ അധിക സമയവും ആബിദാന്റെ കല്യാണ കാര്യത്തിനും വേണ്ടി ഓടി നടക്കുകയായിരുന്നു ഞാൻ. എന്നിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടായോ? ഇല്ല. ഇവിടെ വെച്ച് ഒരു കാര്യവും അവളോട് സംസാരിക്കാൻ പറ്റൂല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അവിടെ നിൽക്കാം, ഓള് വരുന്ന വഴിക്ക്. പിന്നെ ഞാൻ പറഞ്ഞ ആ കല്യാണക്കാരുണ്ടല്ലോ, അത് ഞാനായിട്ട് ഉറപ്പിക്കും. പുതിയാപ്പള നാളെ ഓളെ പെണ്ണ് കാണാൻ വരും. ആ എന്താണിക്ക ഇവിടെ പൂവാലന്മാര് നിക്കണ മാതിരി? നിന്നെ കാണാൻ തന്നെ. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്.